വയനാട്ടിൽ ഇപ്പോൾ സംസാരിച്ചതൊക്കെ കഴിഞ്ഞ 3-4 ദിവസമായി CB അനുമോദ് അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ന്യൂസ് 8 നൽകുന്നുണ്ട്. ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ നിരവധി ആളുകളെ ഇപ്പോൾ ചെന്നാൽ നമുക്ക് അവിടെ കാണാം. അവർക്കൊരു ആശ്വാസമാകാൻ നമ്മുടെ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിൽ ഒരു ഉദാഹരണമാണ് അടുത്തത്. മനുഷ്യരുടെ മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ ഈ ദുരന്തം തൂങ്ങി നിൽക്കുകയാണ്. ബാങ്ക് വായ്പകൾ ഇതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. സർവ്വസ്വത്തുക്കളും ഉപജീവന മാർഗവും നഷ്ടമായ ഈ സാധാരണക്കാർക്ക് ഇപ്പോൾ അല്ലെങ്കിലും ഏറെ വൈകാതെ ഇത് തിരിച്ചടയ്ക്കേണ്ടി വരും എന്നതും ഉറപ്പാണ്. കേന്ദ്ര ഇടപെടൽ കൊണ്ട് മാത്രമേ ബാങ്ക് വായ്പകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ആകൂ എന്ന് ഇവർ പറയുന്നു. ചൂരൽമല അങ്ങാടിയിലെ കടമുറികളിൽ നിന്നുള്ള വാടക കൊണ്ട് മാത്രം ജീവിക്കാമായിരുന്നു അബൂബക്കറിന്. ഡയാലിസിസ് ചികിത്സാ ചെലവുകൾക്കും മറ്റും അത് മാത്രം മതിയായിരുന്നു. ചൂരൽമലയിലെ സ്ഥലവും മറ്റും ഈടാക്കി നൽകി കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ബിസിനസ് വായ്പയായും കാർഷിക വായ്പയായും എടുത്തത് 7.5 ലക്ഷം രൂപയാണ്. സ്വർണ്ണപ്പണയം വേറെയും. മഹാദുരന്തത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാം അബൂബക്കറിന് നഷ്ടമായി. ബാങ്ക് വായ്പകൾ ഇപ്പോഴും തീരാക്കടമായി തലയ്ക്ക് മുകളിൽ ശേഷിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അടച്ചു തീർക്കേണ്ടി വരുമെന്ന് അബൂബക്കറിന് അറിയാം. അത് ലോണുണ്ട്, അതിനങ്ങനെ ഒരു തീരുമാനങ്ങൾ വന്നിട്ടില്ല. ഇപ്പം തൽക്കാലം എന്തെങ്കിലും വെച്ച് കടമൊന്നും അടച്ചില്ല, തിരിച്ചടക്കേണ്ടിയിരുന്ന പറഞ്ഞു. അതങ്ങനെയാണ് അവർ പലിശ അതൊന്നും പലിശ സംസാരിച്ചിട്ടില്ല, ലോൺ അടക്കേണ്ടിയിരുന്ന അവർ പറഞ്ഞു. 900 കണ്ടിയിൽ 4 വീൽ ജീപ്പ് ഓടിക്കുകയായിരുന്നു അബൂബക്കറിന്റെ മകൻ മുനീർ. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്താണ് ജീപ്പ് വാങ്ങിയത്. ഇനിയും 4 ലക്ഷം രൂപയിലേറെ അടച്ചു തീർക്കാനുണ്ട്. ഇനി എന്ന് വണ്ടിയോടിക്കാനാകുമെന്ന് മുനീറിന് അറിയില്ലെങ്കിലും ഈ തുകയും താൻ അടച്ചു തീർക്കേണ്ടി വരുമെന്ന് നന്നായി അറിയാം. തിരിച്ചടവ് ചോദിച്ച് വിളിച്ചിട്ടില്ല. പിന്നെ അവര് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. അങ്ങനെ വിളിക്കല്ല, സ്വാഭാവികമായിട്ടുള്ള വിളിച്ച്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു പറഞ്ഞു, എന്തായാലും നിങ്ങൾ ലോൺ അടക്കേണ്ടി വരും, തള്ളിപ്പോകാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നവര്. തൽക്കാലത്തേക്ക് ബാങ്കുകളൊന്നും വായ്പകളുടെ തിരിച്ചടവ് ചോദിച്ച് വിളിക്കില്ലെങ്കിലും അവർ ഏറെ വൈകാതെ ഇത് അന്വേഷിക്കുമെന്ന് ഇവർക്കെല്ലാം നന്നായി അറിയാം. ഈ നാടിന്റെ ഏക പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലും വാക്കുകളിലുമായിരുന്നു. മറന്നായിട്ടല്ലേ കാണുന്നത്. ഇതിന് മുന്നേ ഇപ്പോൾ ആദ്യ സമയത്തുണ്ടായ പ്രളയം ഉണ്ടായതൊക്കെ നല്ല കേരളത്തിന് മാത്രം അവഗണിച്ചിട്ടുള്ളൊരു ഇതല്ലേ കാണുന്നത്. പ്രധാനമന്ത്രി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ച സത്യത്തിൽ, കാരണം നമ്മളെ പോലത്തെ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു. കാരണം അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായ ആളെ ഞാൻ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്നും ഇല്ലാതായി പോയി. കേന്ദ്രം യുക്തമായ തീരുമാനമെടുക്കണം, സഹായം പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ഒരു ജനതയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാകുമത്. അഖിലോട് വർഗൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അന്ന് പ്രധാന